ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം, നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് ജോലിയിലാണെങ്കിലും ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രധാനമാണ്. ഇതില്ലാത്ത കാരണത്താലാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്നത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയിലും നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് വളരെ ബഹുദൂരം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ തന്നെ പലതരം ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരുപാട് വിവരങ്ങൾ ഉണ്ടാവും, ആ വിവരം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, അത് മറ്റുള്ളവരോട് പറയണം, അതിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും, ചില ആളുകളോട് സ്നേഹം ഉണ്ടാവും, ചില ആളുകളോട് വെറുപ്പുണ്ടാവും, ചിലപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ഈ കാര്യമൊക്കെ മറ്റുള്ള ആളുകളോട് നമുക്ക് പറയണം. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എഫക്റ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധം നമുക്ക് ഉഷാറാക്കാൻ പറ്റും, റിലേഷൻഷിപ്പ് ഉഷാറാക്കാൻ പറ്റും, നമ്മുടെ ടീം വർക്ക് ഒരുമിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, നല്ലൊരു പ്രോബ്ലം സോൾവിങ് ക്വാളിറ്റിയും ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ, സംസാരത്തിലൂടെ പറയുന്നു. അപ്പോൾ പ്രഭാഷണം അതൊരു വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലേ? നമ്മൾ കവിതയിലൂടെ പറയുന്നു, അതൊരു വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ വേർഡ്സ് ആണ്, നമ്മൾ സംസാരിക്കുന്നതാണ് ശരിക്കും വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മുടെ സന്തോഷം നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും, നമ്മുടെ സങ്കടം നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബ്ലോക്കിംഗ്, അവർ പറയുന്നതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് രണ്ട് കൈകളും കെട്ടി നിന്നാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മുടെ മുഖഭാവങ്ങൾ, പിന്നെ ജസ്റ്റർ എന്നുള്ള കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാൻ പറ്റും. ഇപ്പോൾ എണീറ്റ് നിൽക്കുമോ, ഇരിക്കുമോ എന്നുള്ളതൊക്കെ കൈ കൊണ്ടുള്ള ആക്ഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂചിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ പറയുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ നോഡിങ്, അവർ പറയുമ്പോൾ നമ്മൾ തലയാട്ടും, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ തല കൊണ്ട് ആക്ഷൻ കാണിക്കും, അതിന് നോഡിങ് എന്ന് പറയും. അപ്പൊ തലയുടെ ആക്ഷൻ ആണ് നോഡിങ് എന്ന് പറയുന്നത്. ജെസ്റ്റർ എന്ന് പറഞ്ഞാൽ കൈയിന്റെ ആക്ഷൻ ആണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മുഖഭാവങ്ങളാണ്. അതേപോലെ ഐ കോണ്ടാക്ട്, ഇപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കും. കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അതേപോലെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ലിസൺ ചെയ്യുക, പിന്നെയാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം, നമ്മുടെ മുഖത്ത് അതിനനുസരിച്ചുള്ള ഭാവങ്ങൾ വേണം. സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ അതിൽ നമ്മൾ സൗണ്ടിൽ ഒരു സൗണ്ട് മോഡുലേഷൻ വരണം, മനസ്സിലായോ? അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളെന്ന് പറഞ്ഞാൽ അയാളുടെ ശബ്ദത്തിൽ സൗണ്ട് മോഡുലേഷൻ ഉണ്ടാവും, ഒരേ ശബ്ദത്തിലായിരിക്കും അയാൾ സംസാരിക്കുന്നത്, അയാളുടെ മുഖത്ത് എക്സ്പ്രഷൻസ് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതേപോലെ അദ്ദേഹം ആക്ഷൻ കാണിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. പിന്നുള്ളതാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നു, മെസ്സേജുകൾ അയക്കുന്നു, ഇമെയിൽ അയക്കുന്നു, റിപ്പോർട്ടുകൾ കൊടുക്കുന്നു, ഇതൊക്കെ റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. പുസ്തകങ്ങൾ കൈമാറുന്നു, അതൊക്കെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിലുള്ളത് എഴുതിയിട്ട് കൊടുക്കുന്ന സാധനമാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു ടൈപ്പാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഉദാഹരണം, നമ്മൾ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതേപോലെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുകൾ കാണിക്കുന്നുണ്ടാവും, ചാർട്ടുകൾ കാണിക്കുന്നുണ്ടാവും, വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും, ഇൻഫോഗ്രാഫിക്സ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പോലെ പവർ പോയിന്റ് പ്രസന്റേഷൻസ്, ഇതൊക്കെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പെട്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഈ 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നല്ല ഉഷാറായാൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി കമ്മ്യൂണിക്കേഷനിലെ വ്യത്യസ്ത തിയറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഷാനൺ ആൻഡ് വീവർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻകോഡ്സ്, ട്രാൻസ്മിറ്റ്സ്, ഡീകോഡ്സ്. പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒന്ന് എൻകോഡിംഗ് ആണ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കാര്യം പറയാൻ തീരുമാനിച്ചാൽ അത് പറയാനുള്ള വാക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിന്റെ സ്ട്രക്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഏതെല്ലാം വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അതിനാണ് എൻകോഡിംഗ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയുന്ന രീതി വളരെ ഉഷാറാണെന്നുണ്ടെങ്കിൽ
അവർക്ക് ഡീകോഡിങ് വളരെ എളുപ്പമായിരിക്കും. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം കേട്ട് അവർ മനസ്സിലാക്കുന്നതിന് പറയുന്നതാണ് ഡീകോഡ്. നമ്മൾ പറയുന്നതിന് അവരിലേക്ക് എത്തിക്കുന്ന പരിപാടിക്ക് പറയുന്ന ട്രാൻസ്മിറ്റ്. അപ്പൊ ആദ്യം എന്തെല്ലാം വാക്കുകളാണ്, എന്തെല്ലാം മെസ്സേജുകളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എൻകോഡ് ചെയ്യുന്നു, അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതിന് അവർ ഡീകോഡ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സംഗതിയാണ് ശരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത്. മാത്രമല്ല അവിടെ ഒരു സെന്റർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളാണ് പറയുന്നത്, അത് കേൾക്കുന്ന ഒരാളുണ്ടാവും, അതാണ് റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴും മറ്റുള്ളവർ കേൾക്കുമ്പോഴും ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരേ സമയം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ അവർ തലയാട്ടുന്നുണ്ടാവും, അവർ ചിലപ്പോൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ടാവും, ഐ കോണ്ടാക്ട് ഉണ്ടാവും. ഒരേ സമയം തന്നെ അവിടെ എന്ത് നടക്കുന്നുണ്ട്, പിന്നെ സംഗതി നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ രണ്ടാളുടെ ഇടയിലും നടക്കുന്നുണ്ട്. പിന്നെ മെഹ്റാബിയൻ റൂൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ 7% മാത്രമാണ് നമ്മൾ സംസാരത്തിന് സ്വാധീനമുള്ളൂ. ബാക്കിയുള്ളത് 38% നമ്മൾ സൗണ്ട് മോഡുലേഷൻ ആണ് ഒരു കാര്യം പറയുമ്പോൾ. അപ്പൊ അതിലുള്ള ശബ്ദത്തിലുള്ള താള വ്യത്യാസം, നിമ്നോന്നതി എന്നൊക്കെ പറയല്ലോ, ഉയർച്ച താഴ്ചകൾ, അതിനാണ് 38% നമ്മുടെ കമ്മ്യൂണിക്കേഷനിലുള്ളത്. ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ പറയണം, ഒരേ സ്വരത്തിലാവരുത്. നമ്മൾ കമന്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സ്വരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. കമ്മ്യൂണിക്കേഷനിലെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സൗണ്ട് മോഡുലേഷൻ ആണ്. അതേപോലെ 55% ബോഡി ലാംഗ്വേജ് ആണ്. നമ്മൾ ചിരിച്ചുകൊണ്ടാണോ പറയുന്നത്, അതുപോലെ നമ്മളെ മുഖഭാവം എന്താണ്, നമ്മളുടെ കൈകൾ എവിടെയാണ്, നമ്മളുടെ കാല് കോൺഫിഡൻസോട് കൂടിയാണ് നിൽക്കുന്നത്, നമ്മളെ പോസ്ചർ എങ്ങനെയാണ്. പോസ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയുടെ നിൽപ്പ്, അതിന് പറയുന്ന പേരാണ് പോസ്ചർ. അപ്പൊ പോസ്ചർ എങ്ങനെയാണുള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. മനസ്സിലായോ? പിന്നെ മറ്റൊരു തിയറിയാണ് ഹു സേസ് വാട്ട് ഇൻ വിച്ച് ചാനൽ ടു ഹോം ആൻഡ് വിത്ത് വാട്ട് എഫക്റ്റ്. ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത്, ഏത് ചാനൽ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്, എന്ത് എഫക്റ്റിലാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ പ്രധാനമായിട്ടും സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പൊ പറയുന്ന വ്യക്തികൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ മെസ്സേജിനെ ക്രാഫ്റ്റ് ചെയ്യണം. എന്താണ് അവിടെ ഏറ്റവും ആപ്റ്റ് ആയത് ആ ചാനൽ നമ്മൾ ഉപയോഗിക്കണം. ചിലയിടത്ത് റിട്ടേൺ ആയിരിക്കും, ചിലയിടത്ത് വിഷ്വൽ ആയിരിക്കും, ചിലയിടത്ത് വേർബൽ ആയിരിക്കും. അപ്പൊ ഏറ്റവും യോജിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉഷാറാക്കാനുള്ള കുറച്ച് മാർഗങ്ങളാണ്. ഒന്ന് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. നന്നായിട്ട് അവർ കേൾക്കുക, സംസാരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാം. മനസ്സിലായോ? ഈ ഒരു കാര്യം ആക്റ്റീവ് ലിസണിങ് പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നാണ് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആൻഡ് കൺസൈസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണം. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യാം, ഓവർ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, എല്ലാവർക്കും മനസ്സിലാവുന്ന കോലത്തിൽ നമ്മൾ സംസാരിക്കുക. ഇപ്പൊ AI സംസാരിക്കുമ്പോൾ പ്രാഥമികമായിട്ട് അതൊരു 8ാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥിയോട് എങ്ങനെയാണ് സംസാരിക്കുക, അങ്ങനെയാണ് AI സംസാരിച്ച് തുടങ്ങുക. പിന്നെ നമ്മൾ ഇതൊക്കെ മനസ്സിലാവുന്നതിനനുസരിച്ച് AI എന്ത് ചെയ്യും, അതിന്റെ സ്ലാങ്ങും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ സംസാരത്തിൽ ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നല്ലൊരു സ്കില്ലാണ്. പിന്നെ നോൺ വെർബൽ അവയർനെസ് എന്നുള്ളതാണ്. എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല ഫേഷ്യൽ എക്സ്പ്രഷനും. ചിലപ്പോൾ ഒരു നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കോലത്തിൽ, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ, ആ കോലത്തിലുള്ള ബോഡി ലാംഗ്വേജ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. മനസ്സിലായോ? മറ്റൊന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത്. അപ്പൊ അവര് ചിലപ്പോൾ നല്ല സങ്കടമുള്ള ടെൻഷനുള്ള കാര്യമായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ആ ടെൻഷൻ കാണിക്കണം. നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു സന്തോഷം മുഖത്ത് ഫീൽ ചെയ്ത് നമ്മൾ പ്രകടിപ്പിക്കണം. അപ്പൊ ആ ലെവലിൽ നമ്മൾ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് അവിടെ പ്രകടിപ്പിക്കണം. പിന്നെ ഫീഡ്ബാക്ക് ആൻഡ് അഡാപ്റ്റേഷൻ പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിന്റെ റെസ്പോൺസ്, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ തീരെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്ര നന്നായിട്ടില്ല എന്ന് മനസ്സിലാവും. ഓഡിയൻസിന്റെ റെസ്പോൺസിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ടൈലർ ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് ബുക്സ് ഉണ്ട്. ഒന്ന് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, നല്ലൊരു പുസ്തകമുണ്ട്, ഡെയിൽ കാർനെഗിയുടെ പുസ്തകമാണ്. അതേപോലെ ക്രൂഷ്യൽ കൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതുപോലെ ടാക്ക് ലൈക്ക് എ ടെക്സിലൊക്കെ ആളുകൾ സംസാരിക്കുന്ന അതുപോലെ എന്തും സംസാരിക്കാം. അതേപോലെ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു 4 പുസ്തകങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിന്റെ സമ്മറി മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ആപ്പുകളാണ്. ChatGPT, DeepSeek, Copilot, ആ സാധനമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഒരു സാധനം ഗ്രാമർലി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഗ്രാമർ ചെക്ക്, തെറ്റുകൾ, അതുപോലെ നമ്മളെ ടോൺ ശരിയാണോ അല്ലേ, നമ്മളെ കൊടുത്ത സെന്റൻസ് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് AI ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് പിന്നെ റെഡിയാക്കി തരുന്ന സാധനമാണ് ഗ്രാമർലി എന്ന് പറയുന്നത്. അതേപോലെ കിൽബോട്ട്, അതായത് നമ്മൾ സെന്റൻസുകളൊക്കെ റീറൈറ്റ് ചെയ്ത് തരും, പാരാഫ്രൈസ് ചെയ്ത് തരും. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതേപോലെ സാധാരണ സ്പീക്കോ AI
പബ്ലിക് സ്പീക്കിംഗ് വെർബൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് അതിന്റെ ഫീഡ്ബാക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, പിന്നെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണ സ്പീക്ക് എന്നുള്ളത്. പിന്നെ നമ്മൾ ഓറ്റർ എന്ന് പറയുന്നത് അതിലെ കാര്യമായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ അതുപോലെ നോട്ട് ടേക്കിംഗ്, നമ്മളെ വോയിസ് ഒക്കെ കൊടുത്താൽ ഇത് ട്രാൻസ്ക്രൈബ് ചെയ്തിരും. പിന്നെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എപ്പോഴും ഓറ്റർ എടുത്താൽ മതി, അത് കൃത്യമായിട്ട് സാധനം ചെയ്തു തരുന്നുള്ളതാണ്. ഇനി നമ്മളിതിൽ ഒരു പ്രോംപ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ആദ്യം എന്ത് ചെയ്യുക, ക്ലാരിറ്റി ആൻഡ് പർപ്പസ് എന്നുള്ളതാണ്. ഡിഫൈൻ യുവർ ടോപ്പിക് ഫോർ ക്ലിയർ ആൻഡ് എൻഗേജിങ് മെസ്സേജസ്. നമ്മളൊരു ഒരു ഉദാഹരണം ലെറ്റർ ഉണ്ടാക്കുന്ന, ഇമെയിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു സാധനമാണ്. അപ്പൊ എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളത് പറയാം. അപ്പൊ ആദ്യം പേഴ്സണ കൊടുക്കുക, ഒരു കമ്മ്യൂണിക്കേഷൻ കോച്ചാവുക, എക്സ്പെർട്ടായി മാറാൻ പറയാം. അതിനുശേഷം എന്താണ് നമുക്ക് വേണ്ടത്, നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളത് വളരെ ക്ലാരിറ്റിയോട് കൂടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ ഓഡിയൻസിനെയും കൂടി പറഞ്ഞു കൊടുക്കുക, ആരാണ് ഓഡിയൻസ്. അപ്പൊ ആ ഓഡിയൻസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ആ മെസ്സേജ് വൃത്തിയിൽ ചെയ്തു തരും. മനസ്സിലായോ? പിന്നെ മെസ്സേജ് ഒപ്റ്റിമൈസേഷൻ പറഞ്ഞാല്, എന്നിട്ട് നമുക്ക് പറയാം, ഈ ഒരു മെസ്സേജ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കോലത്തിലായിരിക്കണം, അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യുന്ന കോലത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന കോലത്തിലായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി കൊടുക്കുക. അവസാനം എന്ത് ചെയ്യുക, ഈ കമ്മ്യൂണിക്കേഷൻ മെത്തേഡും കൂടി നമ്മൾ സെലക്ട് ചെയ്തിടാൻ പറയും. ഞാൻ എങ്ങനെയാണ് ഈ ഒരു മെസ്സേജ് അവരോട് പാസ് ചെയ്യേണ്ടത്, പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടാണോ, അല്ലെങ്കിൽ വാട്സപ്പിലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്നുള്ളത് അതിൽ കൊടുക്കുക. അപ്പൊ ആ രീതിയിലാണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പർപ്പസിനോട് കൊടുക്കുന്ന എഴുതാനാണ്. പിന്നെ ഓഡിയൻസ് പിന്നെ എന്താ പറയാ, സിഇഒ ആണ്, അല്ലെങ്കിൽ ഡയറക്ടർക്കാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഏജുള്ള ഇന്ന വിഷയത്തിൽ താല്പര്യമുള്ള ഭാഷയിലൊക്കെ ഉഷാറായിട്ടുള്ള ഒരു പ്രിൻസിപ്പാളാണ്. അതുകൊണ്ട് പിന്നെ ഇമെയിലാണ് ഞാൻ അയക്കുന്നത്. അപ്പൊ ഇമെയിൽ എങ്ങനെ അയക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് കൊടുത്താൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ സാധനം കിട്ടും. ഇനി നമ്മൾ സ്പീച്ച് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഒരു പ്രഭാഷണം തയ്യാറാക്കണമെങ്കിൽ നാളെ പിന്നെ എന്താ പറയാ, സ്കൂളിൽ എനിക്ക് ഇന്ന വിഷയത്തിൽ, സ്വാതന്ത്ര്യദിനം എന്ന വിഷയത്തിൽ ഒരു സ്പീച്ച് തയ്യാറാക്കണം. അതിന്റെ ഓഡിയൻസ് ആയിട്ട് വരുന്നത് പിന്നെ എന്താ പറയാ, LKG UKG ഉള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവര് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം. അതുപോലെ അവർക്ക് തിരിയുന്ന അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളായിരിക്കണം അതിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു, അപ്പൊ ആ ലെവലിൽ എനിക്ക് ഷെയർ ചെയ്ത് തരണം എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ.